വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഗൗതത്തിൻ്റെയും അതുപോലെ നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കി വളരെ സങ്കടത്തിലിരിക്കുകയാണ്. ആ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ രാമേശ്വരം ട്രിപ്പ്, അത് പോകാൻ പറ്റാത്തതിൻ്റെ എല്ലാ സങ്കടവും നമ്മുടെ പിങ്കിയുടെ മുഖത്തുണ്ട്. പിങ്കിയുടെ ചിറ്റയാണെങ്കിലും ഇപ്പം എന്തായാലും പിങ്കിയെ ആശ്വസിപ്പിക്കേണ്ട സമയമാണ്. മോളെ പിങ്കി, നീ എന്തിനിങ്ങനെ സങ്കടപ്പെടുന്നത്? ദേ ചിറ്റെ, ഞാൻ വലിയ വിഷമത്തിലാണ് ഇരിക്കുന്നത്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എനിക്ക്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഗൗതവുമായിട്ട് ആ രാമേശ്വരത്ത് പോകാനും അവിടെ വെച്ച് കൈകോർത്ത് നിന്ന് ഒരുമിച്ച് നിൽക്കാനും ഈശ്വരനെ പ്രാർത്ഥിക്കാനും ഒക്കെ. പക്ഷെ അതൊന്നും സാധിച്ചില്ലല്ലോ. എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്നത് നന്ദയാണ്. ആ നന്ദ ഒറ്റൊരുത്തി കാരണമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തു വെച്ച പല കാര്യങ്ങളും അതൊക്കെ ലക്ഷ്യം കാണാണ്ട് പോയത്. മോളെന്തായാലും വിഷമിക്കുമൊന്നും വേണ്ട. ആ നന്ദയ്ക്ക് കണക്കിന് കൊടുത്തിട്ടാ ഈ ചിറ്റ വരുന്നത്. ചിറ്റ് കണക്കിന് കൊടുത്തു എന്നോ? എന്താ ചിറ്റ സംഭവിച്ചത്? എൻ്റെ പൊന്നു മോളെ, നിന്നെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമടി. പിന്നെ ആകെയുള്ളൊരു വിഷമമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നന്ദയെ നിർത്തി പൊരിക്കുന്ന കാര്യം ലക്ഷ്മി ഒന്ന് കണ്ടു. ലക്ഷ്മി അമ്മ എന്തേലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമ്മുടെ പിങ്കി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഗിരിജ പറഞ്ഞു, ലക്ഷ്മി മൊത്തം ഒന്നും കേൾക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല മോളെ. പിന്നെ ഞാനല്ലേ ആള്. എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരമൊക്കെ പറഞ്ഞ് അവളെ ഞാൻ അവിടെ നിലയ്ക്ക് നിർത്തിക്കോളാം. എന്തായാലും ചിറ്റ ആള് പുലിയാണല്ലോ. ചിറ്റ പുലി തന്നെയാ മോളെ. നീ ഇനി ഒരു കാരണം വെച്ചാലും ഒരു കാര്യങ്ങളും ആലോചിച്ച് സങ്കടപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞ് ഗിരിജ ചിറ്റ നമ്മുടെ പിങ്കിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ ചിറ്റയെ ലക്ഷ്മി അങ്ങ് പിടികൂടി. ലക്ഷ്മി പറയുന്നുണ്ട്, ദേ ഇനി ഞാൻ കുറച്ച് മുന്നേ നിനക്കൊരു വാണിംഗ് തന്നായിരുന്നു. ആ കാര്യങ്ങളൊന്നും നീ മറക്കണ്ട. ഇനി എൻ്റെ നന്ദയെ തോണ്ടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാതിരിക്കില്ല എന്ന് കൂടി ലക്ഷ്മി പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് അതിനെ ലക്ഷ്മി മൊത്തം കേട്ടായിരുന്നോ? മരുമോള് എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഇല്ലല്ലോ. അത് മുഴുവനും കേട്ടതിന് ശേഷം മാത്രം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി. ലക്ഷ്മി അമ്മയാണെങ്കിൽ ഒരു സമയം ഇങ്ങനെ മിണ്ടാതെ നിന്നു. അതിനുശേഷം അങ്ങോട്ടേക്ക് നമ്മുടെ അവിടുത്തെ വീട്ടിലെ ആ അപ്പച്ചി പുള്ളിക്കാരും കൂടി വരിക. ഇവർ കൂടി വന്നു. മോഹിനിയും കൂടി വന്നു കഴിയുന്ന സമയത്ത് നമ്മുടെ ഗിരിജ ഒന്നും കൂടി കുറച്ച് കള്ളത്തരങ്ങൾ, അത് നന്ദയെ കുറിച്ചിട്ട്. ഈ ലക്ഷ്മിക്ക് വല്ല കാര്യമുണ്ടോ? ഇപ്പം ഗൗതത്തിൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നത് ആരാ? അത് പിങ്കിയല്ലേ? അപ്പോൾ പിങ്കിയോട് ഒരല്പമെങ്കിലും സ്നേഹം കാണിക്കണ്ടേ? എന്നിട്ട് അതും കാണിക്കാതെ പിങ്കി എന്ന് പറയുന്ന മോൾക്ക് സുഖമാണോന്നോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോന്നോ പോലും ഈ ലക്ഷ്മി അമ്മായി അന്വേഷിക്കുന്നില്ലല്ലോ. അത് അന്വേഷിക്കാതെ ഏത് സമയവും പിങ്കിക്ക് മോശമായിട്ട് വരുന്ന കാര്യങ്ങളിലും ചെയ്തുകൊണ്ട് നടക്കുന്നത് വലിയ നല്ല കാര്യമൊന്നും അല്ല. നിങ്ങളുടെ ഈ ഇന്ദീവരം തറവാട്ടിൻ്റെ അനന്തരാവകാശിയാണ് പിങ്കി ഉദരത്തിൽ ചുമക്കുന്നതെന്ന് കൂടി ഗിരിജ പറഞ്ഞു. ഗിരിജ ഈ കാര്യങ്ങൾ പറയുമ്പം നമ്മുടെ ലക്ഷ്മിക്കും അതൊക്കെ അങ്ങ് ഉള്ളിൽ തട്ടുകയാണ്. ശരി തന്നെയാ, നന്ദയുടെയും അതുപോലെ ഗൗതത്തിൻ്റെയും കുഞ്ഞിനെ ചുമക്കുന്നത് പിങ്കിയാണ്. അപ്പം ആ പിങ്കിയോട് ഒരല്പം പോലും താൻ സ്നേഹമോ പരിഗണനയോ ഒന്നും കാണിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സങ്കടമൊക്കെ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് വരിക. മോഹിനിയാണെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ കേട്ട് കഴിയുമ്പം എൻ്റെ ചേച്ചി ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യേണ്ടത് നന്ദയൊന്നും അല്ല, പിങ്കിയാണ്. നന്ദ കാരണം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചോ? ഇല്ലല്ലോ. ഇനിയിപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതും നമ്മുടെ അനന്തരാവകാശിയെ ചുമക്കുന്നതും പിങ്കിയല്ലേ. അപ്പം ആ പിങ്കിയുടെ ആഗ്രഹങ്ങൾ, പിങ്കിയുടെ ഇഷ്ടങ്ങൾ, അതിനെല്ലാവാ ഇനി ഏട്ടത്തി നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ നന്ദ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നന്ദയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഇന്ദീവരത്തിൽ പിന്നെ ഏട്ടത്തിക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല എന്ന് മോഹിനി പറഞ്ഞു. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് വലിയ വിഷമമൊക്കെ ആയി. ലക്ഷ്മി ആണെങ്കിലോ നമ്മുടെ പിങ്കിയെ ആശ്വസിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുക. വല്യമ്മായി വരുന്ന കാര്യം കണ്ടു കഴിയുമ്പോൾ പിങ്കി ആണെങ്കിലോ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. വല്യമ്മായി എന്താ വന്നേന്ന് ചോദിക്കുമ്പോൾ മോൾ ഇവിടെ ഇരിക്കുക. മോൾ എഴുന്നേക്കൊന്നും വേണ്ട കേട്ടോ. മോളോട് ഈ വല്യമ്മായിക്ക് വലിയ സ്നേഹമൊക്കെയാണ്. മോള് ഈ ഇന്ദീവരത്തിൻ്റെ അവകാശി ചോക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ മോളോട് വല്യമ്മായിക്ക് വലിയ സ്നേഹമാണ്. എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ ഉദരത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പിങ്കിയുടെ വയറൊക്കെ തലോടിക്കൊണ്ട് അവര് ലക്ഷ്മിയമ്മ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവർക്ക് എന്താ ഇപ്പം പെട്ടെന്ന് തന്നോടൊരു സ്നേഹമെന്ന് പിങ്കി ഇങ്ങനെ മനസ്സിലാലോചിച്ചു. ഈ സമയമാണെങ്കിലും മോൾക്ക് എന്ത് ഇഷ്ടമുണ്ടെങ്കിലും മോളുടെ എന്ത് ചെറിയ ആഗ്രഹമാണെങ്കിലും വല്യമ്മയുടെ അടുത്ത് പറയാട്ടോ.
എന്ത് കാര്യമാണെങ്കിലും വല്യമായി സാധിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മുടെ പിങ്കി വളരെയധികം സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തി പിങ്കിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ലക്ഷ്മി പോകുന്നത്. ഈ ലക്ഷ്മി അവിടുന്ന് പോകുന്ന കാഴ്ച കാണുമ്പം ഗിരിജ അവിടെ നിന്ന് ഇങ്ങനെ മറഞ്ഞു നിന്ന് നോക്കി. ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ്. എന്തായാലും 2 ഡയലോഗ് പറഞ്ഞിട്ടാണെങ്കിലും ഗിരിജ ആഗ്രഹിച്ചതുപോലെ തന്നെ ലക്ഷ്മിയെ നമ്മുടെ പിങ്കിയുടെ അടുത്ത് എത്തിക്കാൻ സാധിച്ചല്ലോ. ഇതുപോലെ തന്നെ പിങ്കിയുടെ അടുത്ത് ഗൗതത്തിനെ എത്തിക്കുമെന്നും പറഞ്ഞു ഗിരിജ ചിറ്റ അവളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുക. അപ്പം എന്തൊക്കെയാ ചിറ്റ ഇവിടെ നടക്കുന്നത്? ഇത്രയും നാളായിട്ടും ഈ ലക്ഷ്മി അമ്മായി എന്നോട് എന്തെങ്കിലും കഴിച്ചോന്നോ അല്ലെങ്കിൽ മോൾക്ക് എന്തെങ്കിലും വേണോന്നോ പോലും ചോദിച്ചിട്ടില്ല. എടി മോളെ, ഇപ്പം നിനക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു തുറുപ്പ് ചീട്ട ഗൗതത്തിൻ്റെ കുഞ്ഞ്. അതെനിക്കറിയാൻ ചിറ്റേ. ഞാൻ ആ കാര്യം ഉള്ളത് കൊണ്ട് തന്നെയല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഗൗതത്തിൻ്റെ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ ചുമക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്തത്. എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുക. ഈ സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നന്ദയാണ്. അപ്പം നന്ദയാണെങ്കിൽ ആശുപത്രിയിൽ പോയ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചിട്ട് നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് വരിക. അപ്പം പിങ്കി ആണെങ്കിൽ ഗിരിജ ചിറ്റയായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പം ഗിരിജ ചിറ്റ പറഞ്ഞു, അതെ നീ എന്തിനിങ്ങനെ ചാടിത്തുള്ളി വരുന്നത്? ഡോക്ടർ എന്ത് കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഡോക്ടർ നിൻ്റെ ഏറ്റവും വലിയ ആളല്ലേ, അവർ നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേന്ന് നന്ദയോട് ചോദിക്കുക. അപ്പം നന്ദ പറഞ്ഞു, ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ 2 പേരുടെ അടുത്ത് വന്ന് എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പിങ്കിയോടാണ്, ഗിരിജ ചിറ്റയോടല്ല. പിങ്കി ആണെങ്കിലോ എന്താ നന്ദേ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ അശ്രദ്ധ മൂലമല്ലേ കൊച്ചിൻ്റെ ആ ഒരു ആരോഗ്യസ്ഥിതിയിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞത്. നീ നല്ലതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ നന്ദ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ പിങ്കിക്ക് ദേഷ്യം വരികയാണ്. പിങ്കി ആണെങ്കിൽ അതേടി നിന്റെ കുഞ്ഞായതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കുഞ്ഞിന് വലിയ പരിഗണനയൊന്നും കൊടുക്കാത്തത്. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ നീ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് മുതിരരുതെന്ന്. എന്നിട്ട് നീ എന്തൊക്കെ ഉടായ്പകൾ കാണിച്ചിട്ടാണ് എൻ്റെയും ഗൗതത്തിൻ്റെയും കുഞ്ഞിനെ സറോഗസി എന്ന് പറയുന്ന ആ ഒരു മാർഗം വഴി നിന്റെ ഉദരത്തിലേക്കാക്കിയത്. എന്നിട്ട് നീ ആ കുഞ്ഞിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിഗണന നൽകുന്നുണ്ടോ? ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ പിങ്കിക്ക് നല്ലതുപോലെ ദേഷ്യം വന്നു. ഇല്ല, പരിഗണനയൊന്നും കൊടുക്കുന്നില്ല, ഇനി കൊടുക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് മോൾ അധികം ഒന്നും സംസാരിക്കണ്ട. എനിക്കറിയാം നീ വ്യക്തിപരമായിട്ട് എന്നോടുള്ള ദേഷ്യം തീർക്കുന്നതാണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഈ നന്ദ ആരാണെന്ന് പിങ്കി നീ അറിയുമെന്നും പറഞ്ഞ് നമ്മുടെ നന്ദ പിങ്കിയെ ഭീഷണിപ്പെടുത്തിയിട്ട് നിന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവിടുന്ന് ഭയങ്കര ദേഷ്യത്തിൽ പോവുക. ഈ സമയമാണെങ്കിൽ ചിറ്റ നമ്മുടെ പിങ്കിയെ നല്ലതുപോലെ അങ്ങ് ഉപദേശിച്ചു. എൻ്റെ പൊന്നുമോളെ, നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഇത് അലസി അങ്ങ് പോയാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല മോളെ. അയ്യോ അങ്ങനെ പറയില്ല ചിറ്റെ, ഇത് അലസി പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാ ഈ കുഞ്ഞ് എൻ്റേതായി മാറിയത്. എത്രയൊക്കെ വന്നാലും അത് എൻ്റെ ഗൗതത്തിൻ്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യം കൂടി നമ്മുടെ പിങ്കി ചിറ്റയെ ബോധ്യപ്പെടുത്തുക. ചിറ്റയാണെങ്കിലോ എൻ്റെ പൊന്നുമോളെ, വെറുതെ വല്ലവൻ്റെയും വിഴുപ്പ് ചുമന്നിട്ട് നിനക്ക് എന്ത് പ്രയോജനം കിട്ടാൻ പോകുന്നത്? എനിക്ക് ഗൗതത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കുമല്ലോ. ഗൗതത്തിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഞാനല്ലെങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ ഉദരത്തിലിടാനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല ചിറ്റെ. അതൊക്കെ മതി എനിക്ക്, ആ ഒരു സന്തോഷം മാത്രം മതി. ഇതൊക്കെ ഒരു വലിയ കാര്യമായിട്ടൊന്നും ഈ ചിറ്റക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് ഗിരിജ ചിറ്റ അവിടെ നിന്ന് അട്ടഹാസം മുഴക്കാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ഇന്ത്യവരം തറവാട്ടിൽ ആ വലിയൊരു സഭ അങ്ങോട്ട് കൂടുകയാണ് നമ്മുടെ അരുന്ധതി വല്യമ്മയുടെ നേതൃത്വത്തിൽ. അപ്പം ഗൗതവും അതുപോലെ ലക്ഷ്മിയും പിന്നെ നമ്മുടെ നന്ദയും പിങ്കിയും ഒക്കെ ഗിരിജ ചിറ്റ ഉൾപ്പെടെ അവിടെ ഇങ്ങനെ നിൽക്കുക. ആ സമയമാണെങ്കിലോ നമ്മുടെ വല്യമ്മ പിങ്കിയുടെ അടുത്ത് ചോദിച്ചു, എന്തൊക്കെയാ പിങ്കി മോളെ ഈ കേൾക്കുന്നത്? നീ എന്താ ഈ കാണിക്കുന്നത്? നീ കുഞ്ഞിനെ പ്രത്യേകം സ്നേഹിക്കുകയും കരുതലോട് കൂടി കുഞ്ഞിനെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാനും കൂടി കൂട്ടു നിന്നിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞിനെ തന്നതെന്ന് ചോദിച്ചു. അത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് പിങ്കി കൈ കഴുകി നിൽക്കുകയാണ്. ആ സമയമാണെങ്കിലോ നമ്മുടെ നന്ദ ഓരോ കാര്യങ്ങളും എണ്ണി പറയാൻ തുടങ്ങി. ഗൗതവും ഈ കാര്യങ്ങൾ നമ്മുടെ വല്യമ്മയെ ബോധ്യപ്പെടുത്തി. അപ്പം അതെ, ഇത്രയും വലിയൊരു കാര്യമൊന്നും അല്ല ഇത് സംഭവം. അത് പിന്നെ കുഞ്ഞൊരാളുടെ വയറ്റിലുണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
അല്ലാതെ അതൊക്കെ നിസ്സാരമായിട്ട് കാണണ്ടതിന് പകരം ഇത് മുഴുവനും ഒപ്പിക്കുന്നത് പിങ്കി ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് ഗിരിജ ചിറ്റ പറഞ്ഞു. ഗിരിജ ചിറ്റയുടെ ഈ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഗൗതത്തിന് നല്ല ദേഷ്യം വന്നു. ഗൗതത്തിന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്മി പ്രതികരിക്കാൻ തുടങ്ങി. അതെ ഗിരിജ ഇന്നലെ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ട് വെളിച്ചപ്പാടായി തുള്ളാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ട് ഗിരിജ വലിയ കാര്യമൊന്നും സംസാരിക്കണ്ട. അതെ, ഞാൻ 2-3 പ്രസവിച്ചതാണെന്നും പറഞ്ഞ് ഗിരിജ ചിറ്റ പുള്ളിക്കാരുടെ പഴങ്കഥകളുടെ കെട്ടഴിക്കുമ്പം ഇവിടെ അതൊന്നും അല്ല വിഷയം. ഇവിടെ ഇപ്പോഴത്തെ വിഷയം ഗൗതത്തിൻ്റെയും നന്ദയുടെയും കുഞ്ഞിനെ പിങ്കി വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സത്യം പറയും, ഇങ്ങനെയാണ് ഇത് പോകുന്നതെങ്കിൽ ഈ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടി ഞങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതുകൂടി കേട്ട് കഴിയുമ്പം നമ്മുടെ പിങ്കി തകർന്നടിഞ്ഞ് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാണ്ട് പിങ്കി പകച്ചു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നന്ദയുടെയും ഗൗതത്തിൻ്റെയും വിശേഷമൊക്കെ അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്